ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എഫോർട്ട് ക്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ പൊതുവേ ഇൻട്രോ പറയുന്ന പോലെയല്ല ഈ വീഡിയോ തുടങ്ങുന്നത്, കാരണം എനിക്ക് ടൈമിലായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഇൻട്രോ തുടങ്ങിയത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ബൊണ്ട സർബത്ത് എന്ന് പറയും. അതായത് നമ്മൾ മംഗലാത്ത ബൊണ്ട സർബത്ത് എന്ന് പറയും. അതായത് നമ്മൾ കരിക്ക് ജ്യൂസ് അതാണ്. അപ്പം ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നേരെ കണ്ടാലോ. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് നമ്മുടെ ബൊണ്ട സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയത് രണ്ട് സാധനങ്ങളാണ്. അതായത് മെയിനായിട്ട് ഒരു ബൊണ്ട, അതായത് കരിക്ക്, പിന്നെ ഒരു ലെമൺ. ഓക്കെ, അപ്പോൾ ചെറുനാരങ്ങ നമുക്കൊന്ന് ആദ്യം തന്നെ ഒരു ഗ്ലാസ്സിലേക്ക് എടുത്ത് പിഴിയുക. ഓക്കെ, അതിൻ്റെ പിഴിഞ്ഞ സാധനമൊന്നും ഞാൻ കണ്ടില്ല ഇവിടെ, അമ്മയില്ലാതെ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇത് വെച്ച് കൈ കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഓക്കെ, ഇപ്പോൾ കണ്ടോ, ഞാൻ ആ അരിപ്പ വെച്ചിട്ട് പിഴിഞ്ഞിട്ട് രണ്ടാമത് പിഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുരുവും ചാടില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, അത് നിങ്ങളുടെ ഐഡിയ വെച്ച് ചെയ്യാം. അതേപോലെ ഞാനിപ്പോൾ കണ്ടോ ഒരെണ്ണം ഫുള്ള് പിഴിഞ്ഞെടുത്തു. അതായത് നിങ്ങൾക്ക് നീരുള്ള നാരങ്ങയാണെങ്കിൽ ഒരു പീസ് മതി, ഇല്ലെങ്കിൽ ഒരെണ്ണം മുഴുവനാക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് കരിക്കും വെള്ളം, അതായത് നേരത്തെ കാണിച്ച കരിക്ക് അതിന് കട്ട് ചെയ്തിട്ട് എടുത്ത വെള്ളമാണ് കരിക്ക്. അപ്പോൾ ആ കരിക്ക് വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര, പിന്നെ ഇതിൽ ഇച്ചിരി ഉപ്പ്. ഓക്കെ, അത് നല്ല ഒരു ടേസ്റ്റ് ബാലൻസ് ആവുള്ളൂ, അതുകൊണ്ടാണ് ഇച്ചിരി ഉപ്പ്, പഞ്ചസാര. അപ്പോൾ അത് നമുക്കത് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഈ സംഭവം ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഇനി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരിക്ക് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് ഇതേപോലെ കാണും. അതായത് ഞാൻ ഇതിൻ്റെ എടുത്തതാണ്. അതിനി അതിലേക്ക് നമ്മുടെ ഉണ്ടാക്കിയ ജ്യൂസിലേക്ക് ഇട്ട് വെക്കുക. അപ്പം ഇതിൻ്റെ പ്രിപ്പറേഷൻ ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ്, വളരെ സിമ്പിളാണ്, അടിപൊളിയാണ്. പിന്നെ കുറച്ച് നേരത്തേന് കണ്ടോ ഫ്രീസറിൽ വെക്കുക, അപ്പോൾ പെട്ടെന്ന് കൂളായി കിട്ടും. അത് കഴിഞ്ഞിട്ട് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി കൂളിംഗ് ആയിരിക്കും. ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കിയ ബൊണ്ട സർബത്ത് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരിക്കിൽ ലൈം മിക്സ് ആക്കിയാൽ ഒരു ടേസ്റ്റ് ഉണ്ടോ, അത് തന്നെയാണ് സംഭവം. അപ്പം ടേസ്റ്റ് ഉണ്ട്. അപ്പം ഈ സാധനം കേരളത്തിൽ കിട്ടുമോ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല അവിടെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ആക്കിയത്. അപ്പം ഈ വീഡിയോ ഇനി ഈ സംഭവം അവിടെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ പേരൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക, അപ്പം വേറെ ആർക്കും മനസ്സിലാവും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. മീ അഭിലാഷ് സൈനിങ് ഓഫ്. ബൈ.